മാള ഡി സോൺ കലോത്സവത്തിലെ സംഘർഷത്തിൽ മാള സിഐ സജിൻ ശശിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു. ചേർപ്പ് സിഐയെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് നടപടി. SFI പ്രവർത്തകനെ ആക്രമിച്ച KSU ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവരെ ആംബുലൻസിൽ രക്ഷപ്പെടാൻ സഹായിച്ചു എന്ന ആരോപണത്തിലാണ് ചേർപ്പ് സിഐയെ സസ്പെൻഡ് ചെയ്തത്. ഇതിൽ പോലീസുകാർക്കിടയിൽ പ്രതിഷേധം ശക്തമായിരുന്നു. ലെവിൻ കെ വിജയനോട് വിശദാംശങ്ങളുമായി. ലെവിൻ, ഇപ്പോൾ ചേർപ്പ് സിഐക്കെതിരെ നടപടിയെടുത്തതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ അടുത്ത അന്വേഷണ പ്രഖ്യാപനം, എന്തൊക്കെ കാര്യങ്ങളിലാണ് അന്വേഷണം നടക്കുക? ചേർപ്പ് സിഐ KO പ്രദീപിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് നോർത്ത് സോണൽ IG രാജ്പാൽ മീണയാണ്. ഈ രാജ്പാൽ മീണയുടെ ഉത്തരവിന് പിന്നാലെയാണ് ഇതേ സംഘർഷം നടന്ന സമയത്ത് ഡ്യൂട്ടിയുടെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന മാള സ്റ്റേഷനിലെ SHO സജിൻ ശശിക്കെതിരെ കൂടി പോലീസ് അന്വേഷണം നടത്തുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ആണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടത്തുന്നത്. നേരത്തെ കലോത്സവം സംഘർഷം ഉണ്ടായ സമയത്ത് സുരക്ഷാ ജോലി നിർവഹിക്കുന്നതിൽ സജിൻ ശശിക്ക് വീഴ്ച പറ്റിയെന്ന് പരാതി ഉണ്ടായിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് സംബന്ധിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് CIയുടെ SHOയുടെ പങ്കുകൂടെ അന്വേഷിച്ചുകൊണ്ട് ഇതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലീസ് തീരുമാനിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിൽ വീഴ്ച കണ്ടെത്തിയാൽ മാള SHOയ്ക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ ഈ ഡ്യൂട്ടിയെ സഹായിക്കുന്നതിനായി തൊട്ടടുത്ത സ്റ്റേഷനായ ചേർപ്പിൽ നിന്നും മാളയിലെ ഹോളി ക്രോസ് കോളേജിൽ ഡ്യൂട്ടിക്ക് എത്തിയ KO പ്രദീപ് എന്ന CI ഇത്തരത്തിൽ വീഴ്ച വരുത്തി എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സസ്പെൻഷൻ നൽകിയിട്ടുള്ളത്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ മാള CIക്കെതിരെ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കുന്നില്ല എന്നുള്ള ഒരു ആരോപണം ഈ പോലീസ് സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇദ്ദേഹത്തിനെതിരെ കൂടിയുള്ള അന്വേഷണം എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന സൂചന. അതോടൊപ്പം തന്നെയാണ് SFIയും ഈ കാര്യത്തിൽ ഈ ഉദ്യോഗസ്ഥർ പോലീസ് പ്രത്യേകിച്ച് ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ഇത്തരം പരാതികൾ കൂടി നിലനിൽക്കെയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് DYSPയോട് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്താനും റിപ്പോർട്ട് സമർപ്പിക്കാനും ഇപ്പോൾ IG അടക്കമുള്ള ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചിരിക്കുന്നത്. കർശനമായ നടപടികൾ ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നത്. അതേസമയം 6 വർഷത്തിലധികമായി മാളയിൽ സ്റ്റേഷനിൽ നിന്ന് ട്രാൻസ്ഫർ ഇല്ലാതെ തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന ആളാണ് മാള SHO. പല രാഷ്ട്രീയ നേതാക്കൾക്കും വേണ്ടി അടുത്ത ഇടപെടൽ നടത്തുന്ന ആളെ കൂടിയാണ് ഇദ്ദേഹം എന്നുള്ള ആരോപണവും ഉയർന്നിട്ടുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ ഇത്തരം വിഷയങ്ങൾ കൂടി പോലീസ് പ്രത്യേകമായി അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിക്കുമെന്നുള്ള സൂചനകളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആതിര, മാള ഡി സോൺ കലോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ മാള CIക്കെതിരെയും അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ ചേർപ്പ് CIയെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മാള CIക്കെതിരെയും അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ കെ വിജയൻ.